കഥയിലൂടെ ഇംഗ്ലീഷ് പഠിക്കാമെന്നുള്ള വീഡിയോ സീരീസിൽ ഇന്ന് നമ്മൾ മറ്റൊരു കഥയുമായി ഈ ക്ലാസ് ആരംഭിക്കാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥ ദ ട്രീ ദാറ്റ് സ്പോക്ക്, സംസാരിക്കുന്ന ഒരു മരം. ഇൻ എ സ്മോൾ വില്ലേജ്, ഒരു ചെറിയ ഗ്രാമത്തിൽ there lived two friends. അവിടെ രണ്ട് കൂട്ടുകാർ ജീവിച്ചിരുന്നു. പാപ്പൻ ആൻഡ് ധർമ്മൻ. പാപ്പൻ എന്നും ധർമ്മൻ എന്ന പേരുള്ള രണ്ട് പേര് ജീവിച്ചിരുന്നു. Their friendship was extraordinary. അവരുടെ സുഹൃബന്ധം ആയിരുന്നു എക്സ്ട്രാ ഓർഡിനറി. ഓർഡിനറി എന്ന് പറഞ്ഞാൽ അസാധാരണമായിരുന്നു. ഓർഡിനറി ബസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ബസ്, സാധാരണം എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ അസാധാരണം എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയും. ചില ഇംഗ്ലീഷിലെ ഓപ്പോസിറ്റ് വേർഡുകൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന ചില വേർഡുകൾ ആഡ് ചെയ്ത് വരാറുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ശേഷം പറയാം. ഓക്കെ. ദേ ക്യാരക്ടേഴ്സ് വർ ഓപ്പോസിറ്റ്. അവരുടെ സ്വഭാവങ്ങൾ വളരെ പരസ്പര വിധമായിരുന്നു. യെറ്റ്, എന്നാലും ദേ വർ ക്ലോസ് ഫ്രണ്ട്. അവർ വളരെ അടുത്ത ഫ്രണ്ട്സുകളായിരുന്നു. വളരെയധികം സൗഹൃദം ഉള്ള ആളുകളായിരുന്നു. പാപ്പൻ വാസ് വെരി ഡിസ്ഹോണസ്റ്റ് അറ്റ് ഹേർട്ട്. പാപ്പൻ എന്ന ആള് വെരി ഡിസ്ഹോണസ്റ്റ്, വിശ്വാസമില്ലാത്ത വഞ്ചനയുള്ള ഹൃദയക്കാരനായിരുന്നു. അറ്റ് ഹേർട്ട് എന്നാൽ ഹൃദയത്തിൽ വളരെ വിശ്വാസവഞ്ചനയുള്ള ഒരാളായിരുന്നു. വൈൽ ധർമ്മൻ എന്ന ആള് വാസ് വെരി ഹോണസ്റ്റ് മാൻ, വളരെ സത്യസന്ധയുള്ള മനുഷ്യനായിരുന്നു. വൺ ഡേ, ഒരു ദിവസം പാപ്പൻ സെറ്റ് ധർമ്മനോട് പാപ്പൻ പറഞ്ഞു, വൈ ഡോണ്ട് സ്റ്റാർട്ട് എ ബിസിനസ്, നമുക്കൊരു ബിസിനസ് എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തുകൂടാ? ടുഗദർ, ഒരുമിച്ച് നമുക്കൊരുമിച്ചൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തുകൂടെ? ധർമ്മ എഗ്രീഡ്. അങ്ങനെ ധർമ്മൻ സമ്മതിച്ചു. ആൻഡ് സോ ദ ടു സെറ്റ് ഓഫ്. അങ്ങനെ രണ്ടുപേരും യാത്ര പുറപ്പെട്ടു. ടുഗദർ, ഒരുമിച്ച്, ടു എ നിയർബൈ സിറ്റി, അടുത്തുള്ള ഒരു പട്ടണത്തിലേക്ക്. ടു സെറ്റപ്പ്, ബിസിനസ് ആരംഭിക്കാൻ വേണ്ടിയും, ആൻഡ് കണ്ടക്ട് ദെയർ ബിസിനസ്, അവരുടെ ബിസിനസ് നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടിയും അവർ അടുത്തുള്ള പട്ടണത്തേക്ക് പോയി. ആഫ്റ്റർ എ ഫ്യൂ മന്ത്സ്, കുറച്ച് മാസങ്ങൾക്ക് ശേഷം, ഓഫ് റണ്ണിങ് എ പ്രോഫിറ്റബിൾ ബിസിനസ്, ലാഭകരമായ ബിസിനസ്സുകൾ ഉള്ള കുറച്ച് മാസങ്ങൾക്ക് ശേഷം, അതായത് ലാഭകരമായ കുറച്ച് മാസങ്ങൾക്ക് ശേഷം, ദ ടു ഫ്രണ്ട്സ് ഡിസൈഡഡ്, അങ്ങനെ രണ്ട് കൂട്ടുകാരും തീരുമാനിച്ചു, ദാറ്റ് ദേ ഹാഡ് മെയ്ഡ് ഇനഫ് മണി, അവർക്ക് വേണ്ടത്ര പണം അവർ സമ്പാദിച്ചു, അവരുണ്ടാക്കിയിട്ടുണ്ട്. ദേ വൗണ്ട് അപ്പ് ദെയർ ബിസിനസ്, അവരുടെ വൈൻഡ് അപ്പ് എന്നതിൻ്റെ ഭാഷയാണ് വൗണ്ട് അപ്പ് എന്ന് പറയുന്നത്. വൈൻഡ് അപ്പ് എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുക, ടു എൻഡ് എന്നർത്ഥം. ദേ വൗണ്ട് അപ്പ്, അവർ അവസാനിപ്പിക്കാൻ വേണ്ടി, ദ ബിസിനസ്, അവരുടെ ബിസിനസ് അവസാനിപ്പിക്കാനും, ആൻഡ് സ്റ്റാർട്ടഡ് ബാക്ക് ടുഗദർ ദെയർ ഹോം ടൗൺ, ആൻഡ് സ്റ്റാർട്ടഡ് ബാക്ക്, അങ്ങനെ അവർ തിരിച്ചു പോകാൻ വേണ്ടിയും, ടുഗദർ, ഒരുമിച്ച്, ടു ദെയർ ഹോം വില്ലേജ്, അവരുടെ വീടുള്ള വില്ലേജിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി അവർ തീരുമാനിച്ചു. ഓൺ ദ വേ ബാക്ക്, തിരിച്ചു പോകുമ്പോൾ, ദേ ഹാഡ് ടു പാസ് ത്രൂ എ ഫോറസ്റ്റ്, അവർക്ക് ഒരു കാട്ടിലൂടെ നടന്നു പോകേണ്ടതായിട്ടുണ്ട്. നൈറ്റ്, രാത്രി, when they stopped to take rest, അവർ വിശ്രമിക്കാൻ വേണ്ടി നിർത്തിയപ്പോൾ, പാപ്പൻ തീരുമാനിച്ചു, ടു കീപ് ഓൾ ഹിസ് മണി ഫോർ ഹിംസെൽഫ്, ആ പണം മൊത്തം അവൻ സൂക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഹി സ്പെൻഡ് ദ ഹോൾ നൈറ്റ്, അവൻ്റെ രാത്രി മുഴുവൻ ചെലവഴിച്ചു. പ്ലാനിങ്, ഓരോ പദ്ധതികൾ ചിന്തിച്ച് അവൻ്റെ രാത്രികൾ ചെലവഴിച്ചു. ആൻഡ് ഡേ ബ്രേക്ക്, അവന് രാവിലെ അവസാനിച്ചപ്പോൾ, had an evil plan, ഒരു ദുഷ്ട പദ്ധതി റെഡി ഈസ് മൈൻഡ്, അവൻ്റെ മനസ്സിൽ തയ്യാറായി. When they were about to resume their journey, അവിടെ യാത്ര തുടങ്ങിയപ്പോൾ, ഇവിടെ about എന്ന് പറഞ്ഞാൽ ആ സമയത്ത്, about to leave, ഞാനിപ്പോൾ പോകുമെന്നർത്ഥം. അപ്പോൾ ഇവിടെ about to resume, അവർ ആരംഭിക്കുന്ന സമയത്ത്, പാപ്പൻ ടേൺ ടു ധർമ്മ, പാപ്പൻ ധർമ്മയുടെ അടുത്തേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, പാപ്പൻ ടേൺ ടു ധർമ്മ ആൻഡ് സെഡ്, പാപ്പൻ ധർമ്മയോട് പറഞ്ഞു, യു നോ, നിനക്കറിയുമോ, ഐ ഹാവ് ബീൻ തിങ്കിങ്, ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, വി ഹാവ് മെയ്ഡ് എ ലോട്ട് ഓഫ് മണി, നമ്മൾ ഒരുപാട് സമ്പാദ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. മേ ബി ഇറ്റ് ഈസ് നോട്ട് വൈസ് ടു ടേക്ക് ഓൾ ദിസ് മണി ബാക്ക് ടു വില്ലേജ്. ഇറ്റ് ഈസ് നോട്ട് വൈസ്, ഇതത്ര ബുദ്ധിയുള്ള ഐഡിയ അല്ല, ടു ടേക്ക് ഓൾ ദിസ് മണി, ഈ പണം മൊത്തം കൊണ്ടുപോകാൻ, ബാക്ക് ടു ദ വില്ലേജ്, നമ്മുടെ വില്ലേജിലേക്ക് ഈ പണം മൊത്തം കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്ന് പാപ്പൻ പറഞ്ഞു. ലെറ്റ്സ് ബറി ഓൾ ദ മണി ഹിയർ, നമുക്കിവിടെ കുഴിച്ചിടാം, ഓൾ ദ മണി, എല്ലാ പണവും ഹിയർ, ഇവിടെ കുഴിച്ചിടാമെന്ന് പറഞ്ഞു.
വി ക്യാൻ കം ബാക്ക് ടുഗദർ. നമുക്ക് ഒരുമിച്ച് തിരിച്ചു വരാം. whenever we need money. നമുക്കെപ്പോഴും പണം ആവശ്യമാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് തിരിച്ചു വരാം. ആൻഡ് ടേക്ക് ഔട്ട് ആസ് മച്ച് ആസ് വി നീഡ്. നമുക്ക് വേണ്ടത്ര പണം നമുക്കെടുത്ത് തിരിച്ചു പോവുകയും ചെയ്യാം. വാട്ട് ഇസ് എൻ എക്സലന്റ് ഐഡിയ. എന്തൊരു ബുദ്ധിപരമായ ഐഡിയ. അഗ്രി ധർമ്മൻ സമ്മതിച്ചു. ദേ ബറി ദ മണി. അവർ ആ പണം കുഴിച്ചിട്ടു. അറ്റ് ദ ഫുട്ട് ഓഫ് എ ഹ്യൂജ് ബനിയൻ ട്രീ. അറ്റ് ദ ഫുട്ട് താഴ്ഭാഗത്ത് ഓഫ് എ ഹ്യൂജ് വലിയ ബനിയൻ ട്രീ, ഒരു അരയാൽ ആൽമരത്തിൻ്റെ താഴെ അവർ കുഴിച്ചിട്ടു. ആൻഡ് വെന്റ് ഓൺ ദെയർ ഹോം. അങ്ങനെ അവർ പോയി, അവരുടെ വീട്ടിലേക്ക് പോയി. ഇൻ ദ വില്ലേജ്, അവരുടെ വില്ലേജിലുള്ള വീട്ടിലേക്ക് പോയി. ദാറ്റ് നൈറ്റ്, ആ രാത്രി, പാപ്പൻ സ്നീക്ക് ഇൻ ടു ദ ഫോറസ്റ്റ്. പാപ്പൻ സ്നീക്ക് വളരെ ഒളിഞ്ഞ് വന്നു. ഇൻ ടു ദ ഫോറസ്റ്റ്, ആ കാട്ടിലേക്ക് വന്നു. ആൻഡ് ഡഗ് ഔട്ട് ഓൾ ദ മണി. ആ പണം മൊത്തം കുഴിച്ചെടുത്തു. ഫ്രം അണ്ടർ ദ ബനിയൻ ട്രീ, ആ ആൽമരത്തിൻ്റെ താഴെ നിന്ന് ആ പണം മൊത്തം കുഴിച്ചെടുത്തു. ആൻഡ് ക്ലോസ് അപ്പ് ദ ഹോൾ അഗെയിൻ. അങ്ങനെ ആ ഹോള് വീണ്ടും അടച്ചു വെച്ചു. ദ നെക്സ്റ്റ് മോർണിംഗ്, അടുത്ത ദിവസം, ഹി വെന്റ് ടു ധർമാസ് ഹൗസ് ആൻഡ് സെഡ്. പാപ്പൻ ധർമ്മൻ്റെ വീട്ടിൽ പോയി പറഞ്ഞു, ഐ നീഡ് സം മണി അർജന്റ്ലി. എനിക്ക് കുറച്ച് പെട്ടെന്ന് അടിയന്തരമായി എനിക്ക് കുറച്ച് പണം ആവശ്യമുണ്ട്. ലെറ്റ്സ് ഗോ, നമുക്ക് പോവാം. ആൻഡ് ബ്രിങ് സം ഓഫ് അവർ മണി ബാക്ക്. നമ്മുടെ കുറച്ച് പണം എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. ദേ ബോത്ത് വെന്റ് ടു ദ ബനിയൻ ട്രീ. അങ്ങനെ അവർ രണ്ടുപേരും ആ ബനിയൻ ട്രീൻ്റെ അടുത്തേക്ക് പോയി. ആൻഡ് ബിഗാൻ ടു ഡിഗ്. അങ്ങനെ അവർ കുഴിക്കാൻ തീരുമാനിച്ചു. ഡിഗ് എന്ന് പറഞ്ഞാൽ കുഴിക്കുക. നോട്ട് ഫൈൻഡിങ് ഇൻ മണി. അവർ ഒരു പണവും കണ്ടെത്തിയില്ല. പാപ്പൻ അക്യൂസ്ഡ് ധർമ്മ. പാപ്പൻ കുറ്റപ്പെടുത്തി ധർമ്മനെ കുറ്റപ്പെടുത്തി. ഓഫ് സ്റ്റീലിംഗ് ദ മണി. ആ പണം ധർമ്മൻ മോഷ്ടിച്ചു എന്ന് പാപ്പൻ പറഞ്ഞു. ദേ ബോത്ത് വെന്റ് ടു ദ വില്ലേജ് ജഡ്ജ്. അവർ രണ്ടുപേരും വെന്റ് ടു ദ വില്ലേജ് ജഡ്ജ്. വില്ലേജ് ന്യായാധിപൻ്റെ അടുത്തേക്ക്, ജഡ്ജിൻ്റെ അടുത്തേക്ക് അവർ വന്നു. ടു സീക്ക് ജസ്റ്റിസ്. നീതിക്ക് വേണ്ടി. സീക്ക് എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക. സീക്ക് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ നീതിക്ക് വേണ്ടി അവർ വില്ലേജ് ജഡ്ജിൻ്റെ അടുത്തേക്ക് വന്നു. ദ ജഡ്ജ് ആസ്ക്ഡ് ദം. ആ ജഡ്ജ് അവരോട് ചോദിച്ചു. അവർ രണ്ടുപേരോടും ചോദിച്ചു. ഫോർ പ്രൂഫ് ഓഫ് ദ ഇന്നസെൻസ്. അവരുടെ നിരപരാധിത്വത്തിൻ്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചു. പാപ്പൻ പറഞ്ഞു, പ്രഖ്യാപിച്ചു. ഡിക്ലെയർ എന്ന് പറഞ്ഞാൽ പ്രഖ്യാപിച്ചു, ഇവിടെ പറഞ്ഞു നിർത്തും. ദാറ്റ് ദ ട്രീ ഗോഡ് വാസ് ഹിസ് വിറ്റ്നസ്. ആ അരയാൽ മരത്തിൻ്റെ ദൈവമാണ് എൻ്റെ സാക്ഷി എന്ന് പറഞ്ഞു. വിറ്റ്നസ് എന്ന് പറഞ്ഞാൽ സാക്ഷി. ദ ജഡ്ജ് ഡിസൈഡഡ്. അങ്ങനെ ആ ജഡ്ജ് തീരുമാനിച്ചു. ടു ഗോ ടു ദ ട്രീ ഗോഡ്. ആ മരത്തിൻ്റെ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ചു. ദ നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം തന്നെ പോകാൻ തീരുമാനിച്ചു. ദാറ്റ് നൈറ്റ്, ആ ദിവസം രാത്രി, പാപ്പൻ sought the help of the father. സീക്കുന്നതിൻ്റെ ഫാസ്റ്റാണ് സോട്ട് എന്ന് പറയുന്നത്. സീക്ക് ദ ഹെൽപ്പ് ഓഫ് ഹിസ് ഫാദർ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സഹായം തേടി. ദ നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം തന്നെ, ദേ ഓൾ വെന്റ് ടു ദ ബനിയൻ ട്രീ. ആ ബനിയൻ ട്രീൻ്റെ അടുത്തേക്ക് അവരെല്ലാവരും പോയി. ദ ജഡ്ജ് ടേൺ ടു ദ ബനിയൻ ട്രീ. അങ്ങനെ ആ ജഡ്ജ് തിരിഞ്ഞു. ടു ദ ബനിയൻ ട്രീ. ആ ആൽമരത്തിനടുത്തേക്ക് തിരിഞ്ഞു. ആൻഡ് സ്പോക്ക് ടു ദ ട്രീ. ആ മരത്തോട് സംസാരിച്ചു. ഓ ഗോഡ് ഓഫ് ദ ട്രീ. ഈ മരത്തിൻ്റെ ദൈവമേ, ഹു ഇസ് ദ culprit. ആരാണ് കുറ്റവാളി? ആരാണ് culprit എന്ന് പറഞ്ഞാൽ കുറ്റവാളി. ടു ദ സർപ്രൈസ് ഓഫ് എവരി വൺ. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എ വോയിസ് ഫ്രം ഇൻസൈഡ് ദ ട്രീ. ഒരു ശബ്ദം കേട്ടു. ഫ്രം ഇൻസൈഡ് ദ ട്രീ. ഒരു മരത്തിൻ്റെ ഉള്ളിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. ഇൻസൈഡ് പറയുന്നു, ധർമ്മ ഈസ് ദ culprit. ധർമ്മനാണ് കുറ്റവാളി. he has all the money. അവൻ്റെ അടുത്താണ് മൊത്തം പണവും അവൻ്റെ അടുത്താണ് ഉള്ളത്. While the judge, ആ ന്യായാധിപനും, the elders of the village, ആ വില്ലേജിലെ ഗ്രാമത്തിലെ മുതിർന്നവരും were busy. അവർ തിരക്കിലായിരുന്നപ്പോൾ, ഡിസ്കസിങ് ദ കേസ്, ആ കേസ് ചർച്ച ചെയ്യുന്ന തിരക്കിലായിരുന്നപ്പോൾ, ധർമ്മൻ collected some dry leaves. ധർമ്മൻ കുറച്ച് ഉണങ്ങിയ ഇല ശേഖരിച്ചു. ആൻഡ് ടിക്സ്, കുറച്ച് ചെറിയ കൊമ്പ് കഷ്ണങ്ങൾ, ടിക്സ് എന്ന് പറഞ്ഞാൽ ചെറിയ കൊമ്പ് കഷ്ണങ്ങൾ ശേഖരിച്ചു. ആൻഡ് പ്ലേസ് ദം, അങ്ങനെ അത് വെച്ചു. നിയർ ഹോളോ ഇൻ ദ ഹ്യൂജ് ട്രങ്ക്. ആ മരത്തിൻ്റെ
ട്രങ്ക് എന്ന് പറഞ്ഞാൽ ആ കാണ്ഡം, മരത്തിൻ്റെ തടീൻ്റെ അടുത്ത് താഴെ വെച്ചു. ഓഫ് ദ ബനിയൻ ട്രീ, ആ ബനിയൻ ട്രീൻ്റെ താഴെ വെച്ചു. ആൻഡ് സെറ്റ് ഫയർ ടു ദം, അങ്ങനെ ആ ഇലകളെയും കൊമ്പിലെയും തീ കത്തിച്ചു. സെറ്റ് ഫയർ എന്ന് പറഞ്ഞാൽ തീ കത്തിച്ചു. ആസ് ദ സ്മോക്ക് എൻറ്റേർഡ്, ആ പുക പ്രവേശിച്ചപ്പോൾ, ദ ഹോളോ ഇൻ ദ ട്രീ, ആ മരത്തിൻ്റെ ദ്വാരത്തേക്ക് പ്രവേശിച്ചപ്പോൾ, ഔട്ട്ഷൈൻ എ ഫിഗർ, ഔട്ട്ഷൈൻ എന്ന് പറഞ്ഞാൽ ബിയോണ്ട്, ജസ്റ്റ് അപ്പുറം എന്നർത്ഥം. എ ഫിഗർ, ഒരു രൂപം, കഫിങ്, കുരക്കാൻ തുടങ്ങി. ഇറ്റ് വാസ് പപ്പൻ ഫാദർ, അത് പപ്പൻ്റെ അച്ഛനായിരുന്നു. അപ്പോൾ പപ്പൻ്റെ അച്ഛനെ കൊടുന്ന് അവിടെ രാത്രി നിർത്തിയതായിരുന്നു. പപ്പൻ വാസ് സിവർലി പണിഷ്ഡ്, വളരെയധികം ശക്തമായി, സിവർലി വളരെ ശക്തമായി ശിക്ഷിക്കപ്പെട്ടു. ഫോർ ഹിസ് വിക്കഡ്നെസ്, അവൻ്റെ ഈ ദുഷ്ട പ്രവൃത്തിക്ക് ജഡ്ജിൻ്റെ അടുത്ത് വളരെയധികം ശിക്ഷ ലഭിച്ചു. നമ്മൾ സാധാരണ അറ്റൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസാണ്. ഇതിന് ആൻസർ ചെയ്യുക. നമ്മുടെ കഥ ഇവിടെ അവസാനിക്കുന്നു. ഇനി നമുക്ക് മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. സീ ബൈ.